ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മൾ ഇന്ന് നോക്കുന്നത് 4ാം ക്ലാസ്സിൻ്റെ മാത്തമാറ്റിക്സ് യൂണിറ്റ് ടെസ്റ്റ് ആണ്. രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ യൂണിറ്റ് ടെസ്റ്റ് ആണ് കേട്ടോ, പരീക്ഷയാണ്, എക്സാം. അപ്പോൾ മോഡൽ ചോദ്യപേപ്പറായിട്ട് നിങ്ങളതിനെ എടുക്കുക, രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം ചോദ്യങ്ങളും പിന്നീട് ഉത്തരങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഓണം എക്സാമിന് മുമ്പ് ഇത് മസ്റ്റായിട്ടൊന്ന് കണ്ടു നോക്കുക. നമ്മൾ എപ്പോഴും നമ്മുടെ ചാപ്റ്റർ ആണ് ആദ്യം ബൈഹാർട്ടല്ല, നന്നായി മനസ്സിലാക്കി പഠിക്കേണ്ടത്. അതിനുശേഷം മാത്രം ബാക്കി ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ബിയോണ്ട് 1000 എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള തന്നെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. 10 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 10ൽ എത്ര എണ്ണം ശരിയായി എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുകയും വേണം. അപ്പോൾ ബിയോണ്ട് 1000 എന്നതിൻ്റെ യൂണിറ്റ് ടെസ്റ്റ് ആണ്, പരീക്ഷയാണ്. ആദ്യത്തെ ചോദ്യം വരുന്നത് ജോയിൻ ദം ആണ്. അപ്പോൾ നമുക്കിത് ഓരോന്ന് നോക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യ ചോദ്യം വരുന്നത് ജോയിൻ ദം. ഫൈൻഡ് ദ പെയർസ് ഓഫ് വെഹിക്കിൾസ് ഹൂസ് നമ്പേഴ്സ് ആഡ് അപ് ടു ടോട്ടോ കാർസ് നമ്പർ, ഡ്രോ ലൈൻസ് ടു ജോയിൻ ദം. അപ്പോൾ ടോട്ടോ കാറിൻ്റെ നമ്പർ 1000 ആണ്. ഈ 1000 കിട്ടുന്ന നമ്പറുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ ജോയിൻ ചെയ്യണം കേട്ടോ. ഏതൊക്കെ രണ്ട് നമ്പേഴ്സ് മാച്ച് ചെയ്താൽ മതി. ഏതൊക്കെ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോഴാണ്, കൂട്ടുമ്പോഴാണ് 1000 വരുന്നത് എന്ന് നോക്കിയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക. അടുത്ത ചോദ്യം നമ്പേഴ്സ് ആൻഡ് വേർഡ്സ് ആണ്. നമുക്ക് ഓരോ നമ്പറുകൾ, ആദ്യത്തെ നമ്പർ 5250, അത് വേർഡ്സിൽ എങ്ങനെ എഴുതാമെന്ന് എഴുതണം. അടുത്തത് 7707 എന്നത് നമ്പറിൽ എങ്ങനെ എഴുതാമെന്ന് എഴുതുക. അടുത്തത് 9018 വേർഡ്സിൽ എഴുതുക. 9009 നമ്പറിൽ എഴുതുക. അടുത്ത ചോദ്യം അബാക്കസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്കതിൽ 5 വരകളുണ്ട്. അതിൽ 4 വരകളിൽ ബീഡ്സ് വെച്ചിട്ട് അബാക്കസ് ബീഡ് ഉണ്ടല്ലേ. അപ്പോൾ വാട്ട് ഇസ് ദ നമ്പർ ഇൻ ദ അബാക്കസ്? അബാക്കസിലുള്ള നമ്പർ എത്രയാണ് എന്നുള്ളത് കൗണ്ട് ചെയ്ത് എഴുതുക. വാട്ട് ഇസ് ദ നമ്പർ ഗോട്ട് ബൈ ആഡിങ് 1 to it? ആ കിട്ടിയ ആൻസറിൻ്റെ കൂടെ ഒന്നുകൂടി ആഡ് ചെയ്യുമ്പോൾ എന്താണ് ഉത്തരം വരിക എന്നുള്ളതും എഴുതുക. ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം ടോമോ കാർ വാസ് ടേക്കൺ ടു എ വർക്ക്ഷോപ്പ് ഫോർ റിപ്പയേഴ്സ് ആഫ്റ്റർ ദ റേസ്. 3,500 rupees was spent to change the battery, 2,500 rupees for engine work and 4,000 rupees for painting. What is the total amount spent? അപ്പോൾ ടോമോ കാറ് വർക്ക്ഷോപ്പിൽ കയറ്റി റിപ്പയർ ചെയ്യാൻ വേണ്ടി 3500 രൂപയായി, എൻജിൻ വർക്കിന് 2500, പെയിൻറ്റിങ്ങിന് 4000 രൂപയുമായി. സോ നമ്മളിതെല്ലാം കൂടി ടോട്ടൽ എത്ര രൂപ എന്ന് കണ്ടുപിടിക്കണം. മൂന്നും കൂടി നിങ്ങൾ ആഡ് ചെയ്യുക കേട്ടോ. 3500, 2500, 4000 ആഡ് ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കുക. അടുത്ത ചോദ്യം ടോട്ടോ കാർ ഇസ് ബീങ് റെഡിഡ് ഫോർ ആൻ ഓൾ ഇന്ത്യ ടൂർ. അപ്പോൾ ടോട്ടോ കാർ ഓൾ ഇന്ത്യ ടൂറിന് റെഡിയാണ്. ഓൾ 4 ടയേഴ്സ് ഹാഡ് ടു ബി ചേഞ്ച്ഡ്. 4 ചക്രങ്ങളും മാറ്റണം. ദ പ്രൈസ് ഓഫ് 1 ടയർ ഇസ് 2500 rupees. ഒരു ടയറിൻ്റെ പ്രൈസ് 2500 രൂപയാണ്. ഹൗ മച്ച് മണി ഈസ് നീഡഡ് ഫോർ 4 ടയേഴ്സ്? അങ്ങനെയെങ്കിൽ 4 ടയറിനും കൂടി എത്ര രൂപയാകുന്നതാണ് ചോദ്യം. അപ്പം 4ഉം കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ കൂട്ടി നോക്കുക. അടുത്തത് കണ്ടിന്യൂ ദ പാറ്റേൺ ആണ്. തന്നിരിക്കുന്ന പാറ്റേൺ എല്ലാം കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. 500, 1000, 1500. അടുത്തത് 4000, 6000, 8000, 7628, 7728, 7828. അടുത്തത് 2222, 3333, 4444. അടുത്തത് 9400, 9300, 9200. ഇതെല്ലാം ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. 6 കഴിഞ്ഞാൽ 7. റൈറ്റ് ഓൾ നമ്പേഴ്സ് ഫ്രം 9999 to 10100 which have 0 in the 1 space. അപ്പോൾ ഈ നമ്പറുകൾക്കിടയിലുള്ള എല്ലാ നമ്പറുകളും എഴുതുക. 1ൻ്റെ സ്ഥാനത്ത് 0 വരുന്ന നമ്പറുകളും എഴുതുക. അടുത്തത് 8. എമംഗ് ദ നമ്പേഴ്സ് ബിറ്റ്വീൻ 1000 and 1100 ഹൗ മെനി നമ്പേഴ്സ് എൻഡ് ഇൻ 0? 1000നും 1100നും ഇടയ്ക്ക് എത്ര നമ്പറുകളാണ് 0യിൽ അവസാനിക്കുന്നത് എന്നാണ് ചോദ്യം. അതെഴുതുക. അടുത്തത് സ്റ്റാർട്ടിംഗ് ഫ്രം 9999 ഇഫ് വി സബ്ട്രാക്ട് 1000 again and again വാട്ട് വുഡ് ബി ദ 8th നമ്പർ? അപ്പോൾ ഇത് നമ്മൾ ആദ്യം 9999 ആണ് കൊടുക്കേണ്ടത്. അതിനുശേഷം 1000 കുറച്ച് എഴുതുക. അങ്ങനെ എഴുതി വരുമ്പോൾ 8ാമത്തെ നമ്പർ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് എഴുതുക കേട്ടോ. അടുത്ത ചോദ്യം വരുന്നത് ഹൂ ആം ഐ? എ നമ്പർ ബിറ്റ്വീൻ 4000 and 5000. 4000നും 5000നും ഇടയിലുള്ള ഒരു നമ്പറാണ് ഞാൻ. ദ നമ്പർ ഇൻ ദ 1's പ്ലേസ് ഈസ് ഡബിൾ ദ നമ്പർ ഇൻ ദ 1000's പ്ലേസ്. 1000ൻ്റെ സ്ഥാനത്തുള്ള നമ്പറിൻ്റെ ഇരട്ടിയാണ് 1's പ്ലേസിലുള്ള നമ്പർ. ദ നമ്പർ ഇൻ ദ 10's പ്ലേസ് ഈസ് ഹാഫ് ഓഫ് ദ നമ്പർ ഇൻ ദ 1000's പ്ലേസ്. 10's പ്ലേസിലെ നമ്പർ 1000's പ്ലേസിലെ നമ്പറിൻ്റെ പകുതിയാണ്. സം ഓഫ് ദ ഡിജിറ്റ് 19 അപ്പോൾ 10 ചോദ്യങ്ങൾ
10 ചോദ്യങ്ങൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ആൻസർ കീയിലേക്ക് കടക്കാം. എല്ലാവരും ആൻസേഴ്സ് എഴുതിയിട്ട് മാത്രം ആൻസർ കീ നോക്കുക കേട്ടോ. അപ്പം നോക്കാം നമുക്ക് ഓരോ ഉത്തരങ്ങളായിട്ട്. ആദ്യം ജോയിൻ ദമ്മിൻ്റെ ഉത്തരമാണ് തരുന്നത്. 505 505നെ 495 ആയിട്ട് ജോയിൻ ചെയ്യുക. അടുത്തത് 999 പ്ലസ് 1 1000 ആണ്. 750 പ്ലസ് 250 1000 ആണ്. 990 പ്ലസ് 10,000 900 പ്ലസ് 100,000. അടുത്തത് നമ്പേഴ്സ് ആൻഡ് വേർഡ്സ്. ആദ്യത്തെ ആൻസർ 5250. അടുത്ത ആൻസർ 7709 9018 ഇങ്ങനെ എഴുതുക. 9009 ഈ തന്നിരിക്കുന്ന പോലെ എഴുതുക. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ നമ്പർ ഇൻ ദ അബാക്കസ്? 9999. അടുത്തത്, വാട്ട് ഈസ് ദ നമ്പർ ഗോട്ട് ബൈ ആഡിങ് 1 to it? 10,000. അടുത്തതിൻ്റെ ആൻസർ വരുന്നത് 10,000 ആണ്. 3ഉം കൂടി ആഡ് ചെയ്താൽ മാത്രം മതി കേട്ടോ. അടുത്തത് അഞ്ചാമത്തതിൻ്റെ ആൻസർ വരുന്നത്, നമുക്ക് 2 രീതിയിൽ ഇത് ചെയ്യാം. നിങ്ങൾ ഒന്നില്ലെങ്കിൽ 2500നെ 4 പ്രാവശ്യം എഴുതി കൂട്ടിയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഈ 2500നെ into 4 ചെയ്താലും ഉത്തരം കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ്. 2 ഇവിടെ ശിഷ്ടം ക്യാരി ഓവർ. 4 8 2 10 10,000 ആണ് ആൻസർ വരിക. 10,000 കണ്ടല്ലോ. 2 മെത്തേഡിൽ ചെയ്യുക. അതായത് ഇത് 2 ആൻസർ അല്ല, ഒറ്റ ആൻസർ ആണ്. 2 മെത്തേഡ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യുക. ഇത് ഇൻറ്റു ആണ്. അടുത്തത് കണ്ടിന്യൂ ദ പാറ്റേൺ നോക്കാം. ആദ്യത്തെ 500 1000 1500 2000 2500 3000 3500 4000 4500. അടുത്തത് 4000 600 6000 8000 10,000 12,000 14,000 16,000 18,000 20,000. അടുത്തത് 7,628 7,728 7,828 7,928 8,028 8,128 8,228 8,328 8,428. അടുത്തത് 5,555 6,666 വരും. 7,777 8,888 9,999. അടുത്തത് കണ്ടല്ലോ 11,110. അടുത്തത് മൈനസ് ചെയ്തിട്ടാണ് വരുന്നത്. 100 100 9,400 9,300 9,200 9,100 9,000 8,900 8,800 8,700 8,600. അടുത്തത് റൈറ്റ് ഓൾ നമ്പേഴ്സ് ഫ്രം 9,999 to 10,100 ആണ്. വിച്ച് ഹാവ് 0 in 1's place ആണ് തന്നിരിക്കുന്നതാണ് ഉത്തരം. അടുത്തത് among the numbers between 1000 and 1100 how many numbers end in 0 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ എത്ര നമ്പർ ഉണ്ട്? ഇതാണ് ഉത്തരം. എത്ര എണ്ണം കൂടി എഴുതുക. 9 നമ്പേഴ്സ് ആണ് കേട്ടോ. അടുത്തത് നയൻത്തിൻ്റെ ഉത്തരം വരുന്നത് 8ാമത്തെ നമ്പർ എത്രയാണെന്നാണ്. 2,999 ആണ് ഇതിൽ ആൻസർ വരിക. അടുത്തത് 10ാമത്തത് ഹൂ ആം ഐ ആണ് ആൻസർ. 4,528 ആണ്. 4,528. 10 ചോദ്യങ്ങളും ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര എണ്ണം ശരിയായി എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. 10ഉം ശരിയായതെങ്കിൽ 10 കമൻറ്റ് ചെയ്യുക. 10 മാർക്സ് കണക്കാക്കിയാൽ മതി കേട്ടോ. 10 മാർക്ക്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും വാച്ച് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ കമൻറ്റ് ഓപ്ഷൻ ഉള്ളൂ ഇവിടെ. അപ്പോൾ തുടർന്നും വാച്ച് ചെയ്യുക. നന്നായി പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.